ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ബ്രേക്ക് സൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പൂർണ്ണമായും സോൾവ് ചെയ്യാൻ എന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്തിട്ട് ഓളെന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ തന്നെ ആദ്യമേ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഡിസ്കിൻ്റെ കാലിപ്പർ ഇളക്കാൻ ഈസിയാണ്. അതായത് 212-ൻ്റെ ബോൾട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാലിപ്പർ അസംബ്ലി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഒരു ബ്രേക്ക് പേഡ് തീരുമ്പോഴും അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ബ്രേക്ക് പേഡിൻ്റെ ഇടയിൽ മണ്ണോ അങ്ങനെ എന്തെങ്കിലും കയറി പറ്റി പിടിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ആ 12-ൻ്റെ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് ഇതുപോലെ കാലിപ്പർ റിമൂവ് ചെയ്യണം. എന്നിട്ട് കാലിപ്പറിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പിന്നിൽ ഇതുപോലെ ഒരു ആണിയോ എന്തെങ്കിലും വെച്ച് നമ്മൾ ഹാമറിൽ നമ്മൾ തട്ടുമ്പോൾ ആ ഒരു പിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലാണ് നമ്മുടെ ബ്രേക്ക് പേഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ആ ഒരു ബ്രേക്ക് പേഡ് ആ ഒരു പിന്നിലാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പിന്ന് ഒരു ഹാമർ ഉപയോഗിച്ച് ഇതേപോലെ തട്ടി മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്ക് പേഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് പേഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് പേഡിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് പേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രേക്ക് പേഡിൻ്റെ കണ്ടീഷൻ എന്താണെന്ന്. അപ്പോൾ ഇനിയും ഏകദേശം ഒരു 1000-1500 കിലോമീറ്റർ മാക്സിമം ഓടാൻ സാധിക്കും. ഒരു 1000 കിലോമീറ്റർ മാക്സിമം ഓടും. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഒരു സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാര്യം ഈ മണ്ണ് ഇതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ബ്രേക്ക് സൗണ്ട് നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഒരു കാലിപ്പർ പിന്നിൽ ഗ്രീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു കറക്റ്റായിട്ട് നമ്മുടെ കാലിപ്പർ മൂവ്മെൻറ്റ് ചെയ്യുള്ളൂ. ഈ ഒരു ഗ്രീസ് ഇല്ല എങ്കിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് പേഡ് പെട്ടെന്ന് തീർന്നു പോകാനോ അല്ലെങ്കിൽ ബ്രേക്ക് ജാം ആവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗ്രീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, കറക്റ്റ് മൂവ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഗ്രീസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാലിപ്പർ സെറ്റ് ചെയ്യാം. നമുക്കടുത്ത് ബ്രേക്ക് പേഡ് ഒന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു പിന്ന് നേരത്തെ നമ്മൾ റിമൂവ് ചെയ്ത പിന്ന് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ലോക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ലോക്ക് മറന്നു പോകരുത്, ഒരിക്കലും സെറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പോൾ നമ്മൾ ലോക്കും പിന്നും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാലിപ്പറാണ് നമ്മളുടെ ഡിസ്കിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ആ ഒരു ഗ്യാപ്പ്, അതായത് ആ 2 പാഡ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ആ ഒരു ഡിസ്കിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ നേരത്തെ നമ്മൾ റിമൂവ് ചെയ്ത നേരത്തെ ആ 212-ൻ്റെ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു വീല് കറക്റ്റായിട്ട് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഒരു 12-ൻ്റെ ബോൾട്ട് നമ്മുടെ കാലിപ്പർ ആദ്യം സെറ്റ് ചെയ്തിട്ട് ആ 12-ൻ്റെ ബോൾട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്യണം. ഒരിക്കലും നമ്മുടെ ആ ഒരു ബോൾട്ട് ക്രോസ് ത്രെഡായിട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആ കാലിപ്പറിൻ്റെ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം നമ്മുടെ ഒരു വീലിൻ്റെ റൊട്ടേഷൻ ഫ്രീ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബ്രേക്ക് നോയ്സ് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒരുപക്ഷെ ബ്രേക്ക് പേഡ് തീർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബ്രേക്ക് പേഡ് മാറുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും
വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിങ് ഓഫ്.